ഫിലിപ്പൈൻസിലുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിൽ നിന്നും ഒരു ചാപ്പലിലെ 100-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പ് സംരക്ഷിച്ച ഒരാളുടെ വാർത്ത മാധ്യമ ശ്രദ്ധ നേടുന്നു. പ്രദേശത്തെ ഒരു സാധാരണക്കാരനായ ഡേവ് ഡെലാ ക്രൂസ് എന്നയാൾ തന്റെ ജീവൻ പണയം വെച്ചായിരുന്നു ഇത് സംരക്ഷിച്ചത്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഫിലിപ്പൈൻസിലെ മരിഖനയിലുള്ള ചാപ്പലിന്റെ സൂക്ഷിപ്പുകാരൻ കൂടിയായിരുന്നു ഡെലാ ക്രൂസ്. ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പുലർച്ചെ 1 മുതൽ 3 വരെ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നു. ഞാൻ മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കെട്ടിടത്തെ പിഴുതെറിയുന്ന വിധത്തിലുള്ള കാറ്റും ശക്തമായ മഴയും. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നു നിന്ന സമയം പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തി എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചു, ഡെലാ ക്രൂസ് പറഞ്ഞു. ചാപ്പലിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം രാജ്യത്ത് സമാനമായ പ്രതിസന്ധി അനുഭവിക്കുന്ന അനേകർക്കായി ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഡെലാ ക്രൂസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആദ്യം തന്നെ അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ദിവ്യകാരുണ്യനാഥനെ സുരക്ഷിതമായ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. തുടർന്ന് തിരുശേഷിപ്പുകൾ മുകളിലത്തെ നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചു. വെള്ളം കയറിയതിനാൽ നിലത്ത് വഴുക്കലുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറിയ ഡെലാ ക്രൂസ് തെന്നി വീണുപോയി. ഒരിക്കലും എഴുന്നേൽക്കുവാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു താൻ വീണതെങ്കിലും എൻ്റെ കാവൽ മാലാക എന്നെ പിടിച്ചുയർത്തിയെന്നും ഡെലാ ക്രൂസ് പറയുന്നു. തുടർന്ന് താഴത്തെ നിലയിലുള്ള തിരുശേഷിപ്പുകളും ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളുമെല്ലാം അദ്ദേഹം തന്നെ മുകളിലത്തെ നിലയിലേക്ക് സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. ഇത്രയും അപകടകരമായ സാഹചര്യത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ച് ദിവ്യകാരുണ്യ ഈശോയെയും വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും സംരക്ഷിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന ചോദ്യത്തിന് യേശുവിനായിരിക്കണം നാം എപ്പോഴും ജീവിതത്തിൽ മുൻഗണന നൽകേണ്ടത് എന്ന ഉത്തരമാണ് ഡെലാ ക്രൂസ് നൽകുന്നത്. തൻ്റെ ജീവൻ ദൈവം സംരക്ഷിച്ചോളും എന്നുറച്ചു വിശ്വസിച്ച് അവിടുത്തെ തിരുശരീരവും വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്താതെ സംരക്ഷിച്ച ഡെലാ ക്രൂസിന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ അഭിനന്ദനവും പ്രാർത്ഥനയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.